ICUവിൽ കിടക്കുന്ന രവിയേട്ടനെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർമാർ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ സച്ചി ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടർ എൻ്റെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ട്, എത്രയും പെട്ടെന്ന് ആൻറ്റിപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും. ആൻറ്റിപ്ലാസ്റ്റി ചെയ്യാൻ വൈകി കഴിഞ്ഞാൽ ഏത് നിമിഷം ഒരു മേജർ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ സച്ചി ആകെ ഭയക്കാൻ കേട്ടോ. ഡോക്ടർ എന്ത് ചെയ്താലും വേണ്ടിയില്ല ഡോക്ടർ, എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ ഓപ്പറേഷന് വേണ്ട ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്യുമെന്ന് പറയുകയാണ്. അങ്ങനെ സച്ചി അവിടെ പോയിട്ട് ചോദിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ്, 4 ലക്ഷം രൂപ ഇപ്പം നിങ്ങൾ അടയ്ക്കണം, അങ്ങനെ ചെയ്താൽ മാത്രമേ ആൻറ്റിപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി 4 ലക്ഷം രൂപ, അതെ 4 ലക്ഷം രൂപ ചെയ്യണം, വൈകരുതെന്ന് പറയണം കേട്ടോ. അപ്പോൾ സച്ചിയും നമ്മുടെ സുധിയും ചന്ദ്രമതിയൊക്കെ പെട്ടെന്ന് പകച്ചു പോകാൻ കേട്ടോ, 4 ലക്ഷം രൂപ വേണമല്ലോ. ഈ സമയത്ത് നമ്മുടെ രേവതി ആവട്ടെ അമ്പലത്തിൽ പോയിട്ട് തലക്കൂടെ വെള്ളമൊക്കെ വെച്ചിട്ട് ചൈന പ്രശ്നം ചെയ്യുകയാണ്. അത് ചെയ്യണ സമയത്തൊക്കെ നമ്മുടെ രവിയേട്ടന് വല്ലാത്തൊരു മാറ്റമുണ്ട്. രവിയേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ശ്വാസം എടുക്കുകയും രവിയേട്ടനിൽ നല്ലൊരു മാറ്റം കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും രേവതിയുടെ ആ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് ഒഴിവാക്കേണ്ടി വരുമോയെന്നൊന്നും അറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.